സത്യം പറഞ്ഞ ഉള്ളി കഴിഞ്ഞേക്കണം കജ്ജുന്ന അത് കൂട്ടിക്കണേ. പടച്ച റബ്ബേ, ഞാനാ ഇറച്ചെടുക്കാൻ പോയി, തക്കാളി എടുക്കാൻ പോയി, ചോളം ഓരോ പണിയേരിയേനി. അസ്സലാമലൈക്കും. ഇന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ചമുളിക്കാരം. എന്തെങ്കിലും മീൻ നന്നാക്കി അയലൊക്കത്തെ കോയിനെ ഞാനാട്ടിന് കേസാവില്ലേ. നോക്കാ എന്താ മീൻ നന്നാക്കിയേ? കാടമുട്ട. കാടമുട്ട ചപ്പാത്തി ഉണ്ട്. അപ്പൊ ചപ്പാത്തിക്ക് കറിയില്ല. ഇവിടെ അടുത്ത് കാടന്റെ വളർന്നില്ല, കുറച്ച് കാടനെ വളർത്തുന്നുണ്ട്. അവ ഞങ്ങള് ഇന്നത്തെ ഇതെന്ന് പറയുകയാണെങ്കില് കാടമുട്ടക്കറി. അപ്പൊ അവിടുന്ന് കാട മുട്ട കൊടുക്കുന്നുണ്ട്, കറി ഉണ്ടാക്കും. അവിടെ നമ്മളെ ചെക്ക മീന് തിന്നാൻ കൊടുക്കാണ്. ഇതോന്റെ നല്ല പ്രസവിച്ചലാണ്. ഇതിലും ഉണ്ട് മീൻകുട്ടികള്. ഇതിലിപ്പോ ഏകദേശം എത്ര മാസമുള്ള കുട്ടികളാടാ? ആഴ്ചയിലെ കുട്ടികളാ? പ്ലേറ്റ് ആണല്ലോ. ഇതിപ്പോ പെറ്റ കുട്ടികള്. പെറ്റതും ഉണ്ട്. ഇനി ഇത് പെറ അല്ലതാണ്. ഒരു അഡ്മിറ്റ് ആക്കിയിരിക്കണം ഒക്കത്തിന്. ഡേറ്റ് ഇനി ഓലനുസരിച്ചിട്ടില്ലേ? എന്നാ പ്രസവിച്ചോലോ പറഞ്ഞിട്ടില്ല എന്നോട്. അപ്പൊ ഒന്ന് തികയായിട്ടാണോ പോയി തോട്ടുന്ന് മീൻ പിടിച്ചത്. സൈക്കോ നല്ലോണ്ട്. സൈക്കോ തരം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിന് മീൻ പിരാന്ത്. കുട്ടികളായപ്പോ പിന്നെ അതിനെ നോക്കാല്ലോണ്ട് ആക്കാണ്ട് കുറഞ്ഞുപോയി. ആരാ ചോക്കണ്? അതിലൊക്കെ കുട്ടികളാണേ. ഇന്നലെ ഓൻ വന്നിട്ടൊരു എടാ എന്റെ കരിമ്പ് ഉടങ്ങി പോയടാ. ഓൻ കുഴിച്ചിട്ട കരിമ്പാണ്. എന്നിട്ട് ചായ അടിച്ചല്ലേ? എന്തൊക്കെയാ പരിപാടി? ഇന്നത്തെ സ്പെഷ്യല് നെയ്ച്ചോറും ബീഫും. ബീഫ് കറിയും നെയ്ച്ചോറും. അങ്ങനെ ഇന്നലെ ഇവിടെ ഒരു അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാൻഡും കാര്യമൊക്കെ മാറ്റി, സ്റ്റാൻഡൊക്കെ ഉള്ളത്തെ സ്റ്റാൻഡൊക്കെ ഇവിടെ വെച്ച്, വള്ളക്കുടുക്ക ഇവിടെ വെച്ച്. ഇങ്ങോട്ട് കേറി ഇറങ്ങണം. ഉള്ളിലൊരാള് വേണം. ഒരു സ്പൂൺ എടുക്കാനും കേറി ഇറങ്ങണം. ഇവിടെ നമ്മള് ഗ്യാസ് ഇവിടെയല്ലേ, പ്ലേറ്റ് എടുക്കണം, അത് എടുക്കണം, ഇത് എടുക്കണം, ഒക്കെ ഭയങ്കര ഇടങ്ങേറാ. അപ്പൊ ഇവിടെ വെച്ചാല് ഞങ്ങളുടെ കയറേണ്ട ആവശ്യമില്ല. ഈ ഫ്രിഡ്ജും പാടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സ്ഥലം ഉണ്ടാക്കണം. അടുക്കള ഫ്രീ ആയി. ഇപ്പൊ അടുക്കളയില് കാര്യമായിട്ട് ഇപ്പൊ ഒന്നുമില്ല. അടുക്കള ഫ്രീ ആയിക്കണ്. ചപ്പാത്തി തന്നോൾക്കുള്ളൂ കാടമുട്ട. മുട്ട വേണ്ട അറിഞ്ഞീനിയെ എന്റെ ഉമ്മമാരോട് ഉണ്ട് പറഞ്ഞു. വേണ്ട പറഞ്ഞു പോന്നതാണ് പറഞ്ഞു. 3 എണ്ണോ ചപ്പാത്തി മോനെ അപ്പം തിന്നണോ? ഏതായാലും അത് തൊളിച്ചാൻ കൂട്ട കഴിഞ്ഞോ? തിന്നോളി. അല്ലെ ഇപ്പൊ വരും അടുത്ത വാങ്ങാന്. ആളമ്മ 3 എണ്ണമ്മ അങ്ങനെ മോണ്ടന്റെ എൻഗേജ്മെന്റിന്റെ വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്ക് ഇടങ്ങാറുണ്ട്. കാരണം എന്താ മുഖം റിവീൽ ചെയ്യാത്തല്ലേ? അതെന്താ ചോദിച്ചാല് ഓലിപ്പ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോ ആ പെണ്ണിന്റെ മുഖം എടുത്ത് കാട്ടിയാല് അല്ലേലേ ഓല് വീഡിയോ ഇട്ട റീച്ച് കൂടുന്നില്ല. ഇനി ഞങ്ങളായിട്ട് അപ്പൊ ഞങ്ങളെല്ലാരും തീരുമാനിച്ചപ്പോ ഓല് ഇടണില്ലാന്ന് പറഞ്ഞപ്പോ ഞങ്ങളും അതിനനുസരിച്ച് നിന്നാണ്. അല്ലാതെ അതിന് ആൾക്കൊരു ദേഷ്യ കാര്യമൊന്നും വേണ്ട കേട്ടോ. കാരണം ഓല് നല്ലത് വിചാരിച്ച് ചെയ്തതാണ്. കാരണം ആ പെണ്ണിനെ കാട്ടി കൊടുത്താലും ഓളെ അക്കൗണ്ട് കയറിയിട്ടും അങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇപ്പം റിവീൽ ആക്കണില്ല എന്ന് പറഞ്ഞു. ഇൻഷാ അള്ളാ കല്യാണത്തിന് അന്ന് അല്ലെങ്കിൽ ഇഞ്ഞ ഓല് ഇഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആക്കൂല്ലേന്ന് നമ്മക്കറിയില്ല കേട്ടോ. അപ്പത്തെ മൈൻഡ് മാതിരി ആക്കാറ് നിക്കാവ് കാര്യം അങ്ങനെ എന്തേലും ആക്കണമെങ്കിൽ ഇനി കൈ എന്താ അറിയില്ലല്ലോ. അപ്പൊ ആക്കുണ്ടെങ്കിൽ ചിലപ്പോ ആക്കുവെക്കാറ്. ഇല്ലെങ്കിൽ ഇൻഷാ അള്ളാ കല്യാണത്തിന്റെ ടൈമില് ഓല കുട്ടീന്ന് പറഞ്ഞ നിങ്ങള് മരുമകളല്ലേ അല്ലേ? പിന്നെന്ന് പറഞ്ഞാല് കൊറേ എന്താ ദൂരാണ്, അളവും കാര്യങ്ങളും ഡ്രസ്സൊക്കെ എടുത്തപ്പോ കൊറേ കമന്റ് വന്നീനില്ലേ? ഓള് ചോദിച്ചണ എന്താന്ന്. കാരണം എന്ന് വെച്ചാൽ എത്രങ്ങാനും നമ്മളിവിടെ ഇടക്കര നിലമ്പൂര് ഇടക്കരക്ക് കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് പോയി മുട്ടന്റെ പരസ്യ ഇടക്കരൊക്കെ ഒന്ന് പോയി മാറ്റിച്ചാനും ഇരിക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ ഇത് അവിടുന്ന് എങ്ങനെ താനൂര് എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂറാണ്. ഇനിയിപ്പോ നിശ്ചയം കഴിഞ്ഞിട്ട് ഈ മുട്ടിയത് കൊണ്ടുപോയിട്ടെ അതിന്റെ ഫ്ലോ അങ്ങ് പോയി. അപ്പൊ അത്രയും ലോങ് ആയതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാന്. പിന്നെ ഓളെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. അമ്മായി മോട്ടരിയാണ് ഓളെ പോയി കണ്ട ആൾക്കാര്. ഒന്നും നമുക്ക് ഞങ്ങളൊരു പിന്നായം പോലെ കണ്ടിക്കിടക്കുക ഓൾ ഇങ്ങനെയാണ്, ഇന്ന ഡ്രസ്സ് ഓക്ക് ഇട്ടാ കൊള്ളുന്നറിയും. അമ്മായി പോയി അമ്മായി ലെവലില്ലാതെ ഛർദ്ദിച്ചാണ്ടാണ് അവിടെ എത്തിയത്. അപ്പൊ അമ്മായിക്ക് അറിയണില്ല അതിന്റെ കറക്റ്റ് സൈസ്. അമ്മായി പറയുന്ന ആ കുട്ടി അത്ര ഹൈറ്റ് ഇല്ല,
ഇന്ത്യയിലാറെ ചെറുതാണ്. ഇന്റെ ഐറ്റം ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഷിഫ്നാന്റെ ഒരു ഐറ്റം ആണെങ്കിൽ തടിയില്ല, തീരെ തടില്ല. നിങ്ങള് സ്വർണ്ണൊക്കെ പറ്റ ചെറുതാക്കിക്കോളി. ഡ്രസ്സും കടി പോയാൽ 100 ഇട്ട് നോക്കും, എവിടെ ഷേപ്പ് എവിടെ നീളം. ഇതിപ്പോ ഒരാള് ആ നീളവും സൈസ് ഒന്നും അറിയാതെ നമ്മൾ എടുക്കുമ്പോ നമുക്ക് വേറെ നിവർത്തില്ലല്ലോ, മാറ്റാൻ പറ്റാത്ത അവസ്ഥയല്ലേ. ഇനി നമ്മൾ ഏതേലും ഒന്ന് എന്താ കുത്തിത്തിരുക്കി കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമല്ല. നിക്കാ കഴിഞ്ഞിട്ടില്ല പറയണ ശരിയാണ്. ഇന്റെ നിശ്ചയത്തിനൊക്കെ എന്നോട് സൈസും കാര്യമൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. കാരണം നമ്മൾ എന്തേലും ഒന്ന് പേരിന് കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. നാളെ ആ കുട്ടിക്ക് ഇടാൻ ഉപകാരമാവണത് നമ്മൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം അങ്ങനെ വലിയ ടീം അങ്ങനെ ഇതില്ലോലൊന്നും അല്ല. കാരണം നമ്മൾ എടുക്കണതില്ലേ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു പാകത്തിന്റെ രീതിയിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത്. അതിന് കുറേ നെഗറ്റീവ് ഉണ്ടായിന്. ഇങ്ങനെ എന്താ അത് നമ്മളെ അവസ്ഥ വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഉപകാരപ്പെടുന്ന. കാരണം ആ കുട്ടി തീരെ അമ്മായി പറഞ്ഞത് എല്ലാം ഓക്ക് വേണ്ട, ലാർജ് ഇട്ടാലും ഓക്ക് ലൂസാണ്. അപ്പൊ ഞങ്ങളെ മൈൻഡിലൊന്നും അവസ്ഥ ആലോചിച്ചൊക്കെ കടി ഡ്രസ്സിൽ ഇങ്ങനെ തൊള്ളിയും പൊളിച്ച് എത്ര നേരം ഞങ്ങൾ നിൽക്കുക. പിന്നെ ലാസ്റ്റിൽ ഓപ്ഷനാണ് ഓക്കൊന്ന് വിളിച്ച് സൈസും കാര്യമൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഷേപ്പാക്കിയാൽ ആ ഡ്രസ്സ് എനിക്ക് പാകാവോ, എൻ്റെ ചെരുപ്പിന്റെ സൈസൊക്കെ അല്ലാതെ നമ്മൾ വിളിച്ചു ചോദിച്ചാൽ അത് എങ്ങനെ കിട്ടിച്ചറിയൂല. കാരണം ഞാൻ ഓളൊക്കെ പോയതാണെങ്കിൽ നമുക്ക് കാലൊക്കെ വെച്ച് നോക്കിയിട്ടോ കൈയൊക്കെ ഒന്ന് അത് നോക്കിയിട്ട് കൊണ്ടുവരാം. അമ്മായിക്ക് എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അറിയില്ല. എന്താ അറിയണേ, നീളം തീരല്ല, എത്ര വലിപ്പമുള്ളൂ. ഇന്ത്യയിലാറെ ചെറുതാണ്, ഞാനോ ആയിട്ടില്ല. അപ്പൊ ഞങ്ങളെ മൈൻഡത്തെ ഒരു മൈൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യയിലാറെ ചെറുതാണ്, ഞങ്ങളെ കണ്ണിൽ അതാണ്. മോഡലും അറിയണോ ഇന്ത്യയിലാറെ ചെറുതാണ്. ഇന്ത്യയൊക്കെ തരായി നീളമുണ്ട്, തടിയില്ല. തടി എന്ന് പറഞ്ഞാല് ഞങ്ങളെയൊക്കെ ചെറുപ്പകാലം. അപ്പൊ അങ്ങനെയാണ് അല്ലേ. അപ്പം ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് പരിപാടി നല്ല ഉഷാറായി. നല്ല ഞങ്ങൾ കുടുംബത്തില് അല്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങള് നടത്തി. കാരണം നമ്മളെ സാഹചര്യമല്ല, ഓളത് പറഞ്ഞാല് ഓളെ കല്യാണം, ഇന്റെ കഴിഞ്ഞ എന്റെ കല്യാണം. അന്ന് ഓളാല് എന്റെ കല്യാണത്തിന് ഞാൻ പോലും കിട്ടിയിട്ടില്ല. മുട്ടായി കൊടുക്കലൊന്നും ഇല്ല. ഇനി നിക്കായിനി ഇന്ത്യയിൽ മുട്ടായി കൊടുക്കലുണ്ടായിനി. അന്ന് ഒരു വട്ടം ആ ലെവൽക്ക്. ഇനിയിപ്പൊ കാലം മാറി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. അപ്പൊ ആരും നെഗറ്റീവായിട്ടൊന്നും പറയണ്ട. സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിപ്പോയതാണ്. സാഹചര്യത്തെ അവസ്ഥ അങ്ങനെ ആവുമ്പോ നമ്മളൊക്കെ ആ രീതിയിൽ നടത്തി പോകും. അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് കാര്യമായിട്ട് മെയിന് ഞങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് നെയ്ച്ചോറും ബീഫാണ് അല്ലേ. ഞാൻ ഉണ്ടാക്കുമ്പോ കാണാല്ലേ, ഇനി ഉണ്ടാക്കുമ്പോ കാണാം. ഇനി ചായ കുടിച്ചാനൊക്കെ ഉള്ളു. ആ ഒരു കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കടി പറഞ്ഞില്ല, ചപ്പാത്തി മുട്ടക്കറി, കാടമുട്ടക്കറി, അതാണ് മെയിനായിട്ടുള്ളത്. അപ്പൊ ഇനി തിന്നിട്ട് വേണം അടുത്ത പരിപാടി നോക്കാനല്ലേ. അങ്ങനെ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അതുപോലെ നഴ്സറി കൊണ്ടാക്കി അടിച്ചോല് തുടക്കല് തിരുമ്പല് എല്ലാ പരിപാടികളും അവിടെ കഴിഞ്ഞ് ഇനി അടുത്ത പണി തുടങ്ങണുള്ളൂ. ഇനി ചോറും കൂട്ടാനുള്ള ഫോക്കസ്. അപ്പൊ ഉള്ളി ഇവിടെ ഉള്ളി വയറ്റാണ്. ഇറച്ചി അവിടെ കേക്ക് വെച്ചിരിക്കണ്. കുക്കറിലാണ് വേവിച്ചത്. നേരം അത്യാവശ്യം 11:30. ഉമ്മ അവിടെ തിരുമ്പണുണ്ട്. ഞങ്ങള് ഇറച്ചിയും ചോറും വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിച്ചിട്ട് അപ്പൊ തുടങ്ങിയാലോ. ഇറച്ചി ഉള്ളിലാണ് ഇറച്ചി കേക്കിയത് കൊണ്ട് മസാല വറക്കട്ടെ കേട്ടോ. മല്ലിപ്പൊടിയും അല്ല മഞ്ഞപ്പൊടി ഇതിലേക്ക് മുളക് പൊടി ഇട്ടിക്കുന്നത് ഇട്ടൊന്ന് വറക്കും. അതാണ് ഞങ്ങളെ ബീഫിന്റെ ടേസ്റ്റ്. എല്ലാരും വറക്കും. എല്ലാരും വറക്കും. അതുപോലെ ബീഫിന്റെ ടേസ്റ്റ് അച്ചി മുളക് കയറി പൊടിയേ. അപ്പൊ മല്ലിപ്പൊടി കുറച്ച് ഇടുക, കുറച്ച് കൂടുതൽ വേണ്ടേ. മഞ്ഞപ്പൊടി. ഇത് തറവാട്ടാരൊന്ന് മഞ്ഞളാട്ടോ. അല്ല അത് കഴിഞ്ഞോ. അത് ഇട്ട മാതിരി ഉണ്ടാവും. ഉള്ളിട്ടാ മതി. പേടിയാണ്. കുറച്ച് ജീരകപ്പൊടി ഇടുക. അപ്പുറത്തിന് നമ്മൾ ഉള്ളി അപ്പുറത്ത് കാര്യം. ഈ പണിക്ക് അത്ര ആളുണ്ടെങ്കിലും തയ്യില്ലല്ലേ. ചിലവർക്കൊക്കെ ഓരോ പണി എടുത്താലും മതി. പക്ഷെ നമ്മളെന്താ അറിയോ, കൊറേ ആൾക്കാരുടെ ഒരാള് ഓരോ പണിയെടുക്കാൻ എളുപ്പം കഴിച്ചു. ഒരാൾ ഒറ്റക്കൊന്നും ഉള്ളി അരിഞ്ഞു. അപ്പൊ ഞാൻ ഇറച്ചി മുറിച്ച് കേക്ക് ഇവിടെ വെച്ചു. അപ്പൊ ഞാൻ ചതവുണ്ടാക്കി. അപ്പൊ ആ ഉള്ളി നേരിട്ട് ഓളയിക്കോ ആട്ടി. അപ്പൊ ഞാൻ ഇറച്ചി കൊണ്ടുവന്ന് കുക്കർക്ക് ഇട്ടു. ഞാൻ ചപ്പാത്തി പരത്തി. ഉമ്മയും ചുട്ടു. കറിക്കുള്ളി ഞാൻ അരിഞ്ഞു. ഉമ്മ മുട്ടായും കൊണ്ടുവന്ന്. പിന്നെ ബാക്കി കറി എല്ലാരും അങ്ങനെ ഉണ്ടാക്കി. ചായ പാത്രം മോറി അങ്ങനെയൊക്കെ ഓരോരുത്തർ അങ്ങനെ രസമാണ് കൂട്ടത്തോടെ എടുക്കുമ്പോ. അല്ലെങ്കിൽ ഇങ്ങനെ പിരാಗಿ വരെ കണ്ടില്ലേ. സംഭവം അതാണ് അതിനായിട്ട് എന്നും നേരം വിളിക്കുക, പല്ലേക്ക് ആ പാത്രം കേൾക്കുക, കറന്നിറങ്ങുക. പാട്ടുണ്ടായിനി സംഭവം ശരിയാണ്. എന്നും തന്നെ
അതാണുങ്ങളുടെ നേരം വെളുക്കുക പല്ലേക്ക് പണ്ടാറങ്ങാ പണിക്ക് പോവുക. നമ്മൾ നേരെ തിരിച്ചു നേരം വെളുക്കുക പല്ലേക്ക് പണ്ടാറങ്ങാ പാപ്പം മൂറ തിരുമ്പുക കുട്ടികളെ കുളിപ്പിക്കുക പല്ലേക്ക്. അയ്യോ അങ്ങനെ. അപ്പൊ ഇതൊന്ന് വറുത്തിട്ട് നമുക്ക് കുക്കർക്ക് ഇടാം അല്ലേ. മസാല ജസ്റ്റ് ഒന്ന് വറുത്ത് ഉള്ളി തീ കൊടുക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോ ഇല്ല. അപ്പൊ തീ കൂട്ടാത്തോലുണ്ടെങ്കിൽ തീ കൂട്ടണം. ആ കരിയുമ്പോഴാണ് ആ നെയ്ച്ചോണ്ട് ടേസ്റ്റ് വരിക. അതാണ് ഞങ്ങൾ ഇങ്ങനെ കരിയിച്ചത് അല്ലേ. ഞങ്ങൾ ചിലപ്പോ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവും. അപ്പൊ ഇതെത്ര കയ്യിലടിയിട്ടുണ്ട്? ഇത് നമുക്ക് ചതവ് ഇടണം. കുറച്ച് ചതവും കിട്ടോ നമുക്ക് തൂമിച്ചുമ്പോ പിന്നെ ഇതിക്ക് കുറച്ച് മസാലകളുണ്ട്. ഓളത്ര ഇതാക്കണേല് ഒരു സ്പൂണും കുറച്ച് മസാലയാണ് ലാസ്റ്റ് വരട്ടുമ്പോ. ഇതൊരു ഹാഫിലേറെ പകുതിയിലേറെ വേവ് ആയിച്ചിട്ട് നമ്മള് പിന്നെ ഇവിടെ ഗ്യാസ്മ കുറച്ച് വേവിച്ചു. ഞങ്ങൾ ആരും കണ്ട് പേടിച്ചണ്ട കുളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പരിയുന്ന നൈറ്റ് ഒക്കെ ഇട്ടിട്ടില്ലേ. ഞാൻ എന്നാ ചുരിദാറിട്ട് ഇമ്മാരെ നൈറ്റ് ഞങ്ങൾ ഇട്ടിട്ട് നരച്ചിട്ട് ഒന്ന് ചീത്താറേ. ഞാൻ പയ്യതിട്ടുള്ളൂ. നല്ല ഓള് നല്ല ബ്രാൻഡഡ് നോക്കി എടുക്കും. ഇന്ന് മാത്രമുള്ള പയ്യതെടുത്തേക്കണം അല്ലമ്മ. ആരെങ്കിലും പുതിയ ചുരിദാറുടെ നല്ല പുള്ളിയും കുത്തു. ഓള് നല്ലത് ഇടുള്ളൂ. ഞാൻ ചീഞ്ഞത് ഇടുള്ളൂ. ആര് ഓള് കള്ളത്തിയാണ്. ഓള് കട്ടള്ളത്തിയാണ്. ഓള് മൂത്ത് നോക്കി ഞങ്ങളിങ്ങനെ പറയാ വിചാരിച്ചിട്ടാ. പിന്നെ ഓളെ ഞങ്ങളെ കഴിഞ്ഞിട്ട് കുട്ടിയായതുകൊണ്ട് ഓളെ ഞങ്ങളങ്ങനെ വേദനിപ്പിക്കാറില്ല. അപ്പൊ സത്യം പറഞ്ഞ ഉള്ളി കഴിഞ്ഞേക്കണം കജ്ജൊന്നും അത് കൂട്ടിക്കണേ. പടച്ച റബ്ബേ ഞാനാ ഇറച്ചെടുക്കാൻ പോയി തക്കാളി എടുക്കാൻ പോയി ചോളം ഓരോ പണിയേരി ലെവലില്ലാതെ കൂട്ടിയത്. എനിക്ക് തൈറോയിഡ് ഇല്ലേ? തൈറോയിഡ് ഇല്ലേ? ഒക്കെ നല്ല അന്തം മുടലുണ്ട്. ഇനി ഞങ്ങള് കുറച്ച് ഉപ്പുണ്ടേ. ഉപ്പ് ഇടണം, കുറച്ച് വെള്ളവും പാരണം. എന്നാ അത് ഉമ്മൊന്ന് കയ്യച്ചില്ല അല്ലെങ്കിൽ ഇപ്പൊ കോളാവും. ഞാനവിടെ വെക്കേ ഇങ്ങോട്ടൊക്കെ ഉപ്പിട ആവശ്യത്തിന് ഉപ്പ്. ഇനി തുള്ളി വെള്ളമൊക്കെ ഞാൻ 4 ഗ്ലാസ് വെള്ളം കുറച്ചറി അതുപോലെ. ചെറിയ ഇറച്ചിയൊക്കെ ഞാൻ വെക്കലുണ്ട്. ചിലപ്പോ അടി പിടിച്ചു. ഇതിന് വിസിലില്ലാത്ത കുക്കറാണ്. അതുകൊണ്ട് ശരിയാവും. മൂടുവോ? കയ്യേറ്റ് വെച്ചോളാം. അപ്പൊ ഇഞ്ഞത് ഞങ്ങള് നേരെ അടുപ്പത്തൊക്കെ ഞാൻ അതേമാതിരി ഇഷ്ടക്കുന്നു. ഇനിയിപ്പോ ഒരു തന്ന സ്ഥിതിക്ക് നിങ്ങൾ എടുത്തോളി. ആരും പൊടിമലയും കൂടാൻ വരുമല്ല. വേണ്ട. അപ്പൊ അത് മൂടുകയാണ്. ഇനി നേരെ അടുപ്പത്തൊക്കെ ചോറിന്റെ പരിപാടിയൊക്കെ അല്ലേ. അങ്ങനെ നമ്മള് കുക്കറുടെ അടുപ്പത്ത് വെച്ചിട്ട് ഉള്ളിടാൻ പോവാണ്. ഉള്ളിയല്ല കറുകാപ്പട്ട ഗ്രാമ്പു ഏലക്കായ് ഏലക്കും ഗ്രാമ്പൊക്കെ പാടാം. കുറച്ച് ഓയിലും കുറച്ച് നെയ്യും പറഞ്ഞു. രണ്ടും പാടെ മിക്സ് ആണ്. അത് പറയാൻ മാത്രം. ഇതവിടെ ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ ഞങ്ങക്ക് ലൈറ്റ് കമ്മിയാണ്. അപ്പൊ ഇത് നല്ല ആയിട്ട് ഉള്ളിടാം. ഉള്ളിടല്ലേ. തട്ടകോടെ ചൂടായിട്ട് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടാണ്. ക്യാരറ്റ് ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചേക്കണ്. അത് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഒരു ഉള്ളി അവിടെ മാറ്റി വെച്ചേക്കണേ. അത് ലാസ്റ്റ് മേലെ വിതറാനാണ്. വലിയ കുക്കറാണ്. കാരണം ചെറുതായാലും അളിഞ്ഞു പോകും. ഓരോ ക്യാബില് കുറച്ച് നെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളി ഏകദേശം മറന്നിട്ട് അരിക്ക് എടുത്ത ചെറിയ കുറച്ച് അങ്ങനെ ഇതൊന്ന് വാടിയിട്ട് ഇതൊന്ന് വാടി വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട്. വെള്ളം ഇവിടെ തിളപ്പിച്ചാൻ വെച്ചിരിക്കണം. അപ്പൊ എളുപ്പമുണ്ടല്ലോ നമുക്ക്. ഇത് വാടുമ്പത്തിന് വെള്ളം ഇവിടെ തിളക്കുക. നേരെ പാരുക. എന്നിട്ട് അരി ഇടുക. പരിപാടി കഴിച്ചെടുക്കാൻ പറ്റില്ല.
അപ്പൊ ഇതൊന്ന് വാടി സെറ്റാവാണ്ട്. അങ്ങനെ നമ്മളെ വെള്ളം ഇവിടെ തിളച്ചിട്ട് ഞാൻ അരിയിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളെ അരി ഇടുക. ഈ ഓല നമ്മള് കഴിഞ്ഞ വീഡിയോയിലും കാട്ടി. വേറെ എല്ലാവരും കമന്റ് വേറെ എന്തൊക്കെയോ ഓല പറയണ്ടത് നമുക്കറിയില്ല. ഇത് നമ്മൾ ഏതായാലും വലിയൊരു ഓല എടുത്തിട്ടാണ്. ഇതേപോലെ അരി ഉള്ളിൽ കൂടെ പോകണ്ടല്ലോ അമ്മ. അത് ഇട്ടോട് നിക്ക് എല്ലാം ഇട്ടിന്റെ കജ്ജമൊക്കെ ചൂടുണ്ട്. കൊഴപ്പല്ല, എന്റെ കജ്ജല്ലേ അപ്പൊ കൊഴപ്പുണ്ടാവില്ല. ഇപ്പൊ അവിടെ ചോറായില്ലേ കൊറേ നേരമായി ചോദിച്ചത്. ഞാൻ കുട്ടിക്കളാം ചപ്പാത്തി ഉണ്ടാക്കിട്ട് വെള്ളമൊക്കെ നമ്മളെ അളവിന് കറക്റ്റ് പാർന്ന് സെറ്റാക്കി. ഒരു 2 വിസില്, ഒരു വിസിലും. ഈ കുക്കർ എങ്ങനെ 2 വിസിൽ അടിച്ചണോ? ഒന്നും രണ്ടാമത് അടിച്ചുമ്പോ ഓഫാക്കാം. ഓഫാക്കണം. അത് എന്താ പറയാ, അടിയുടെ വിരവ് കൊടുക്കും. നമ്മൾ 2 അടുപ്പിച്ചിട്ട് അടി വിരവ്. തൈര് ഉണ്ടാക്കി തുടങ്ങാൻ കേട്ടോ. നാട്ടമ്മ കയ്യേറ്റ് ഇവിടെ നെയ്ച്ചോറ്. സിഫ്നാന്റെ ലവ് സ്റ്റോറി ഏതായാലും ഇൻഷാല്ലാ ഈ മാസം 1 തീയതിയില്ലേ? ഈ മാസം ഞാൻ അടുത്ത ആഴ്ച, ഈ ആഴ്ചക്ക് പോകും. അല്ല, ഈ മാസം ഇടും. വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ല ലാസ്റ്റ് മാപ്പിളൊരു കൊണ്ടോക്കുണ്ടാവും കൊല്ലിക്കും മുറിച്ച്. പിന്നെ അപ്പൊ ഏതായാലും ഞങ്ങൾ ചോറായി ഫുഡ് കഴിക്കുമ്പോ കാട്ടിത്തരാം. അപ്പൊ ഇറച്ചി നമ്മള് വെച്ചിക്കണേ. ഞാൻ ഇറച്ചി ഒന്നുമില്ല, ഞാൻ അതിട്ട് തൂമിച്ച കാര്യം ഇതാവും. ഇപ്പൊ നമുക്ക് എടുക്കണ്ടേ, കൊയങ്ങിയില്ലേ? ചോറ് തിന്നല്ലേ നമുക്ക്. പൈസട്ടില്ല ഉസാറൊക്കെ പോയിക്കണു. അപ്പൊ ഏതായാലും മൂടുകയാണ്. വിസില് മറ്റീനെ ഇറച്ചിനെ. ചട്ടി ഇവിടെ ഇങ്ങനെ പുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ അത് തിരിച്ചാത്ത മതി ലെവൽക്കാണോ ചട്ടി? ചെറുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിക്കണേ. ഇറച്ചി തോന്നിച്ചാലാട്ടോ. ചോറ് ആയിട്ടില്ല. ചോറ് ഇപ്പൊ വിസിലൊക്കെ ചോറ് തരും. നല്ല കരിയേപ്പിന്റെ അതിലിട്ടതാണോ അതോ ചാടിയതാണോ? ഒപ്പം പറഞ്ഞു കേട്ടോ. ഇനി എന്റെ വീട് തന്നെ ഉണ്ടാക്കണമല്ലോ ഉണ്ടാവുകയെ. നമ്മള് ഉള്ളി വാടാണ്. അപ്പൊ ഓക്ക് നിങ്ങൾക്ക് ഫുള്ള് കാട്ടി തരാണ്ട് ഒരു പൊടുത്തിയത്. ഇനി ലാസ്റ്റത്തെ റെസിപ്പി വരെ കാട്ടിയല്ല, അല്ലാതെ എന്ത് റെസിപ്പിയാ ചോദിച്ചില്ലേ? ഇവിടെ തൈരിനെ നെക്കി കൊല്ലാണ്. ഇനി കിട്ടാല്ല മയില്. നമ്മൾ ഉമ്മാരുടെ പ്രത്യേകതയാണ്. അപ്പൊ ഇതിന് നല്ലോണം വാടട്ടെ അല്ലേ? വാടി കരിവേപ്പിന്റെ ഇലയൊക്കെ ഇട്ട് ചതവ് ഇടണം. കുറച്ചിട്ട് മറ്റേ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. ചതവ് ഇടണം. ബാക്കി പൊടി ഇവിടെ മാറ്റി വെച്ചു. ഈ പൊടി അപ്പൊ ഒരു കയ്യിലിട്ടിട്ടുള്ളൂ. ഇതിന് നൈസരിട്ടെന്നാൽ ഇപ്പൊ നമ്മള് ചോർന്നിടാക്കും. എങ്ങോട്ട് നേരം പോണത്? ഒന്നും നേരം തന്നെ അല്ല. ഈ പെരക്കെന്തോ കഞ്ഞിമൂലൊക്കെ പ്രശ്നമുണ്ട്. കെട്ടിച്ച പെരിയിലും അങ്ങനെ പണി കഴിയൂല. ഇവിടെയൊക്കെ വേഗം പണി കഴിഞ്ഞു. ഞാനും ഉമ്മയാണെങ്കിലേ അമ്മ ഞങ്ങളുടെ വേഗം ഇതാണ് തടസ്സം. എന്നോട് പോയാലും പണി വെച്ചിട്ടില്ലല്ലോ. അപ്പൊ ആരാ തടസ്സം എന്നൊന്നും ആലോചിച്ച് നോക്കാം. അങ്ങനെയാണ്. എന്താറിയോ, ഞാൻ കയറ്റല്ല കഴിയണില്ല. ഞാൻ വാങ്ങി എടുത്തൂടെ? ക്യാമറ പിടിച്ച ചിലര് പറഞ്ഞേ എന്താണ്. അപ്പൊ ഞങ്ങൾ ഉള്ളി ഇവിടെ വാടാണ്. കുറച്ച് കരിവേപ്പിന്റെ അപ്പോൾ ലാസ്റ്റ് ഇതിട്ടെ അവിടെയല്ല ചതവ് ഇടണം. അങ്ങനെ നമ്മളെ ഇതിവിടെ ആക്കിയേക്കണ്, റെഡി ആക്കിയേക്കണ്. നമ്മളെ ചെറുള്ളി ഇല്ലാതെ ഇറച്ചി നമുക്ക് ശരിയാവില്ലല്ലോ. പൊടി ഇട്ടേ? പൊടിയല്ല, ചതവ് ഇടും. ദോള ഞാൻ അങ്ങനെയല്ല തോക്കല്. ദോള പച്ചക്ക് ഇതെങ്ങനെ വെക്കല്? ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കല്. ആദ്യം വറുത്തിട്ട് എല്ലാം ഇടേ? അതിലാടെ ഇങ്ങനെ ആയിട്ടില്ല. അതാ കയ്യിലയക്കണേ. ഓളയിലാണ്ട് ഇട്ടോ. ഇതെന്താ പറഞ്ഞപ്പോ ആദ്യം എന്താ പൊടിയാണ് ഇടുകയാണോ? വറുക്കും. ഈ വറുത്തത് നേരെ ഇടും. എന്നിട്ട് തൂമിക്കും. ലാസ്റ്റ് ഉള്ളിൽ അങ്ങനെ വെച്ചോക്കോണ്ടി. വേറെ ടേസ്റ്റ് ചെയ്താൽ ആൾക്കാരോട് പറയുമല്ലോ വെച്ചിട്ട് അഭിപ്രായം പറയും. പക്ഷെ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോ എല്ലാ പൊടിയിട്ടാട്ട വെക്കല്. മൺചട്ടി വെക്കുമ്പോ ഇന്ന് നെയ്ച്ചോറായോണ്ട് നമ്മള് അങ്ങോട്ട് നോക്കിയാ എന്താ ഇവിടെ കാട്ടുന്നു. ഒറ്റക്ക് ഇരുന്ന് തിന്നുക. ഞങ്ങള് രാവിലത്തെ കറി ഉണ്ടെങ്കിൽ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഊട്ടി തിന്നു. രാവിലത്തെ കറിയാണ്, രാവിലത്തെ കടിയാണ്. ചപ്പാത്തി മുട്ടല്ലേ അല്ലേ? ഇറച്ചൊക്കെ അതിന് സ്കീക്കണല്ലേ? അല്ലത്തിന്റെ കരിയേപ്പിന്റെ ഇലട്ടാണ്.
ഇതെങ്ങനൊക്കെ ആണ് ലാസ്റ്റൊക്കെയാണ് ഞങ്ങള് കരയിക്കുന്നത്. ഓളതൊക്കെ ഇഷ്ടനാണ്ട് അറിയണില്ല. ഓള് പറയണത് സാറ്റാട്ടോ. ഇറച്ചി നല്ലതല്ലെങ്കിൽ ചിലപ്പോ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എന്നാ പറയരുത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് വിട്ട ഇറച്ചിയാണെങ്കിലും ഇനി ഇതെടുത്തേ അതൊന്ന് വാടിക്കോട്ടെ. ഇഞ്ചിന്റെ ആ മണൊക്കെ പൊയ്ക്കണാവോ. അപ്പൊ ഓൾത് ഇതാവൂല. ഞങ്ങളത് ഉള്ളി വാടിയിട്ട് കാട്ടിത്തരാം. ചോറ് തരാൻ അയക്കില്ലല്ലോ. ഇത് എന്ത് സംബന്ധിച്ച് കാട്ടിക്കൂട്ടണേ. ഒരു ഇറക്കില്ല ഇവിടെ ഇല്ലേ. ഞാൻ എടുത്തിട്ടല്ല ഇറക്കി. ഇറക്കി എടുക്കുന്ന സ്വഭാവം ഇല്ല. നമ്മള് ഷാളുമലോ അങ്ങനെയൊക്കെ പിടിച്ചതല്ലാതെ ചീത്ത വാങ്ങാന്നല്ലാതെ. ഞാനോ ഉണ്ടായിട്ടേ ഞാൻ ഉണ്ടാകുന്നു. അല്ലെങ്കിലും എന്തേലും പൊട്ടിച്ച ഞങ്ങൾ എന്റെ കഥ നാള് പറഞ്ഞില്ലേ. അജിപ്പ തെളിയിച്ചത് നേരാണെന്ന്. ഞാൻ ആലോചിച്ചാണ് ഞാൻ വെച്ചത് എവിടെയാണ്. കാണാല്ലെങ്കിൽ എന്തിനാ വെറുതെ ഇരുന്ന് വാങ്ങണം. കണ്ടിട്ട് പറഞ്ഞാ മതി. ഇത് പോരെ മതി. ഞാൻ കുക്കറത്ത് ഇറച്ചി വേട്ടവാ. ഓഫാക്കല്ലേ. തീ കത്തിച്ച കത്തുന്ന സാധനല്ലേ സിഗ്ന. ഒരു കയ്യിലാണ് ഞങ്ങൾ ഇറച്ചി വെന്തുട്ടോ. അതയക്കാൻ തട്ട കുറ്റം പറയില്ലേ. അപ്പൊ ഒരു മണം വരാണ്ട് മക്കളെ. ഏതാണ് മണം? ആ മുളക് പൊടി. ഇത് പോത്തിന്റെ വാരിയല്ല. അത് വെട്ടിയിട്ട് എല്ല് പൊട്ടണില്ല. അപ്പൊ ഞാൻ അയക്കന്നിട്ടു. കടക്കാരെ അടങ്ങാറായി തന്നതല്ലേ. ഒന്നും വെട്ടിച്ചൊക്കെ നോക്കിയാ ഉമ്മാ കൊടുക്കും ഞാൻ. നല്ല ദിവസം കുരുമുളക് ഇടും. ഉപ്പുണ്ടാവൂല. കുരുമുളക് ഇടും. ഉപ്പില്ല. കൊഴപ്പല്ല. ഉമ്മ കുറ്റം പറയണ അതിലൊന്നുമല്ല. ഇല്ലല്ലോ. അങ്ങനെ വെക്കാത്തവരുണ്ടെന്ന് കുറച്ച് നോക്കണം. മണ്ടി കൊണ്ട് നോക്കണ ഒക്കെ കൊട്ടാനല്ല. കുരുമുളകല്ലേ അപ്പൊ കുറച്ച് തിന്നുള്ളൂ. പോത്തില് കുരുമുളകില്ലാതെ രസമല്ല. നമ്മള് ആവശ്യത്തിന് ഉപ്പ് വിതറുക. കൂടിയാലും കുറഞ്ഞാലും തിന്നാൻ പറ്റാത്ത സാധനം ഉണ്ടോ? അത് ഞാൻ ഉപ്പ് ഇട്ടോണ്ടല്ലേ ഇപ്പൊ പറഞ്ഞ. ഓളെ കറിന്റെ വന്നതാണ് ഈ അലർജി. തുമ്മലോട്ടോ. അപ്പൊ നമ്മളെ സാധനം സെറ്റായി. നമ്മളെ ഉമ്മാക്ക് തേച്ചു കൊടുക്കാം. കഴിഞ്ഞോ? എന്താന്നൊക്കെ തിന്നാതി. കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, തൈറോയ്ഡ് തുടങ്ങിയ എല്ലാം ഒരു കുപ്പി മരുന്നാളാണ് അവിടെ. എല്ലാതും ഈ കടയിലുണ്ട്. ഞമ്മക്കമ്പാടി എടുത്തല്ലേ. തിന്നാൻ നോക്കിയ പക്ഷെ കജ്ജണില്ല. മുട്ടക്കറി നിങ്ങള് തിന്നിട്ട് സഹിച്ചാതെ വന്ന് തിന്നാണ്. ഇറച്ചിക്കറി എടുത്തിക്കണ മുട്ടക്കറിയാണ്. അതെന്നെ സിപ്നാന്റെ ഇറച്ചി എന്താ അങ്ങോട്ട് സഹകരിച്ചണില്ലല്ലോ സിപ്ന. ഉമ്മാനോട് ഞാൻ പറഞ്ഞു ലേസം വേവ് കുറവില്ലേന്ന്. അതൊന്നല്ല. ചൂടായിട്ടാ ഒന്നും ഒന്നും ശരി ഉമ്മച്ച് തന്നുട്ടോ. ചൂടാണ്. അതിനകത്തുണ്ടാ അന്ന് സാരല്ലൊക്കെ നമ്മള് സഹിച്ചു. അപ്പൊ കറി റെഡിയായി. ഞങ്ങളെ കറിയായി. ചോറ് അടുപ്പത്തുണ്ട്. ഇനി വേഗം ചോറുമാടെ വിസിലടിച്ച് തിന്നുമ്പോ കാണാം അല്ലേ. ഇറച്ചിയൊക്കെ വന്നിക്കണം കേട്ടോ. ഇറച്ചിയൊക്കെ ചോറ് വേഗം നിക്കാണ്. അങ്ങനെ ഫോക്കസ് ചെയ്യാണ്. ഓളുണ്ടാക്കിയാണ് അല്ലേ കൊല്ലിയിലെന്തോ കരിയപ്പിന്റെ. പിന്നെ ഇറച്ചി അല്ല ചോറുണ്ട് വേഗമാണ് വളമ്പാണ് തിന്നുക. ഉമ്മമാരുടെ പണിക്ക് തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തിന്നുള്ളൂ. ഇച്ചിരി അടങ്ങതാണ്. എന്താ അപ്പൊ കിട്ടണം. ഇഷ്ടല്ല. ചാക്കം പോലെ ഇരുന്ന് തിന്നണം. നേരെ വയ്ക്കണേ. അപ്പൊ ഞങ്ങൾ ഇനി ചോറുന്നുമ്പോ കാണാം. ഓല് നിന്നുമ്പോ ഞാൻ കാട്ടിത്തരാം. നമ്മള് ചോറ് ഇവിടെ റെഡി.
എന്താണ് ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് പറഞ്ഞു കൊടുത്തീന് പോലെ ഇന്നതാക്കി ചിരിച്ചാണ് അല്ലാ. അപ്പൊ നമ്മളെ ചോറ് ഇവിടെ ഇരിക്കണ്. അപ്പം ബീഫ് ഇവിടെ ഉണ്ട്. ആ ബീഫ് ഇനി മതി. ഇനി എന്തിനു വിളിച്ചേ ഓളിനാക്കാണ്. ആ വരൂ. അഞ്ചു മഞ്ജു ചിഞ്ചു ഐരി മാത്രല്ല ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ കളിയൊക്കെ കഴിഞ്ഞ് വന്നെങ്കിൽ അപ്പൊ ഞങ്ങള് ചോറുന്നിട്ട് അല്ലേ. അപ്പൊ ഞങ്ങളെ നെയ്ച്ചോറ് വ്ളോഗ് നെയ്ച്ചോറ് ഉണ്ടാക്കി തിന്നല് കഴിഞ്ഞ് ഇപ്പൊ നേരെ ഒരു 3 മണിയായി. അപ്പോഴാണ് ഫുഡ് എടുക്കണ വീഡിയോ എടുക്കാൻ മറന്നു എന്ന് ഓർമ്മ വന്നു. ഞങ്ങള് പറഞ്ഞില്ല നല്ല പൈസ ലയിച്ചിനി. പിന്നെ അങ്ങനെ തിന്ന് പിന്നെ മഴ ചെയ്ത് അങ്ങനെ ഓരോരോ സോല് അല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അതിന്റെ ഒപ്പാക്കാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇപ്പൊ ഓക്കെ.